ഇന്ന് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 6ാമത്തെ ചാപ്റ്റർ നോക്കാം. പീപ്പിൾ ബൈ ദി പീപ്പിൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ജനങ്ങൾ ജനങ്ങളാൽ. ഡെമോക്രസി അഥവാ ജനാധിപത്യത്തെക്കുറിച്ചാണ് ഈ പാഠഭാഗത്ത് പഠിക്കുവാനുള്ളത്. പാഠത്തിലേക്ക് കടക്കാം. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹീറ്റഡ് ഡിസ്കഷൻ ഓൺ ഡെവലപ്മെൻറ്റ് സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി പാർലമെൻറ്റ് പ്രൊവൈഡ്സ് എ നോവൽ എക്സ്പീരിയൻസ്. അതായത് ചൂടേറിയൊരു വികസന ചർച്ച, പുതിയ അനുഭവമായി വിദ്യാർത്ഥി സൗഹൃദ പാർലമെൻറ്റ്. മഞ്ചാടിമല. ദി സ്റ്റുഡൻറ്റ് പാർലമെൻറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് സെലക്ടഡ് ചിൽഡ്രൻ ഓഫ് ദി പഞ്ചായത്ത് ആസ് മെമ്പേഴ്സ് അട്രാക്റ്റഡ് പബ്ലിക് അറ്റൻഷൻ. മെനി ഡിമാൻഡ്സ് ലൈക്ക് ദി കൺസ്ട്രക്ഷൻ ഓഫ് ഫുട്പാത്ത്, സ്ലാബ്സ്, കവർ ടു ഡ്രെയിൻസ്, controlling stray dog menace, installing street lights, devising garbage disposal schemes and making parks were raised in the parliament. The Panchayat President inaugurated the meeting. The President assured that the demands put forward by the student-friendly parliament would be discussed in the next governing body meeting. അതായത് മഞ്ചാടിമല പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെയൊക്കെ അംഗങ്ങളാക്കിയ ഒരു വിദ്യാർത്ഥി സൗഹൃദ പാർലമെൻറ്റ് സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ കുട്ടികൾ കുറച്ച് ആവശ്യങ്ങൾ ഉന്നയിച്ചു. നടപ്പാതകൾ പണിയുക, ഓടകൾക്ക് മൂടി നിർമ്മിക്കുക, തെരുവുനായ ശല്യം നിയന്ത്രിക്കുക, വഴിവിളക്കുകൾ സ്ഥാപിക്കുക, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആവിഷ്കരിക്കുക, പാർക്കുകൾ സ്ഥാപിക്കുക എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡൻ്റാണ് യോഗം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഉറപ്പ് നൽകി വിദ്യാർത്ഥി സൗഹൃദ പാർലമെൻറ്റ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം അടുത്ത ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന്. ഡിഡ് യു നോട്ടീസ് ദി എബവ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്? മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ പത്രവാർത്ത വായിച്ചല്ലോ. വാട്ട് ഡിമാൻഡ്സ് റിഗാർഡിംഗ് ദി ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ഓഫ് ദി പഞ്ചായത്ത് ഡിഡ് ദി ചിൽഡ്രൻ റൈസ് ഇൻ ദി പാർലമെൻറ്റ്? നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ആവശ്യങ്ങളാണ് കുട്ടികൾ പാർലമെൻറ്റിൽ ഉന്നയിച്ചത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെ ആവശ്യങ്ങളാണ്? മെനി ഡിമാൻഡ്സ് ലൈക്ക് ദി കൺസ്ട്രക്ഷൻ ഓഫ് ഫുട്പാത്ത്, സ്ലാബ്സ്, cover to drains, controlling stray dog menace, installing street lights, devising garbage disposal schemes and making parks. അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ കുട്ടികൾ ഉന്നയിച്ചു. അതിൽ 3 എഴുതുക. ഡിസ്കസ് ദി ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ദാറ്റ് നീഡ് ടു ബി ടേക്കൺ അപ്പ് ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ വിദ്യാലയത്തിന് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യുക. Would you bring your demands to the attention of the teachers and try to implement them? ഈ ആവശ്യങ്ങളെല്ലാം അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപ്പിലാക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത പേജ് നോക്കാം. ഒരു ക്വസ്റ്റ്യനാണ്. എ ലോട്ട് ഓഫ് ഡെവലപ്മെൻറ്റൽ വർക്ക്സ് മസ്റ്റ് ബി ഗോയിങ് ഓൺ ഇൻ യുവർ ഏരിയ ടു. ഇഫ് സോ, ഹു ആർ ദി അതോറിറ്റീസ് ദാറ്റ് ഡിസ്കസ് ആൻഡ് ഡിസൈഡ് ഓൺ സച്ച് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്? നിങ്ങളുടെ പ്രദേശത്തൊക്കെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടക്കാറുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഇത്തരം വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതും ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ ഗ്രാമസഭകൾ കൂടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. മുനിസിപ്പാലിറ്റിയിൽ വാർഡ് സഭ കൂടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അങ്ങനെ എടുത്ത കുറച്ച് തീരുമാനങ്ങളുടെ ലിസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് വായിക്കാം. The Panchayat intervened solution to storage of drinking water. പഞ്ചായത്ത് ഇടപെട്ടു, കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി. സർവീസ് ഓഫ് ഡോക്ടേഴ്സ് വിൽ ബി എൻഷ്യൂർഡ് എവറി ഡേ അറ്റ് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്. പഞ്ചായത്ത് പ്രസിഡൻറ്റ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എല്ലാ ദിവസവും ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കും. പഞ്ചായത്ത് പ്രസിഡൻറ്റ്. The council assured that the proposals raised in the wards assembly would be considered on priority basis. വാർഡ് സഭയിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ മുൻഗണനാക്രമത്തിൽ പരിഗണിക്കുമെന്ന് കൗൺസിലർ ഉറപ്പു നൽകി. കംപ്ലീറ്റ് ഇലക്ട്രിഫിക്കേഷൻ അനൗൺസ്മെൻറ്റ് സൂൺ. സമ്പൂർണ്ണ വൈദ്യുതിവൽക്കരണം പ്രഖ്യാപനം ഉടൻ. ദി പ്രോബ്ലം ഓഫ് ഗാർബേജ് ഓൺ ദി റോഡ് സൈഡ്. പീപ്പിൾ ഡിമാൻഡ് ഇമ്മീഡിയറ്റ് ഇൻസ്റ്റോളേഷൻ ഓഫ് CCTV ക്യാമറാസ്. റോഡരികിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് CCTV ക്യാമറകൾ ഉടൻ സ്ഥാപിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. നെക്സ്റ്റ്. ദി ഇമ്പോർട്ടൻറ്റ് ഡിസ്കഷൻസ് ദാറ്റ് അറോസ് ആൻഡ് ഡിസിഷൻസ് ടേക്കൺ ഇൻ ദി ഗ്രാമസഭ ഓർ വാർഡ് സഭ ഓഫ് ആൻ ഏരിയ ആർ ഗിവൺ എബവ്. ഹിയർ പീപ്പിൾ ഗെറ്റ് ഡയറക്ട്ലി ഇൻവോൾവ്ഡ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ത്രൂ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. Thus,
The system in which the people themselves or their elected representatives make decisions on administrative matters is called democracy. അതായത് ഒരു പ്രദേശത്തെ ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭയിൽ ഉയർന്നു വന്ന ചർച്ചകൾ തീരുമാനങ്ങളുമൊക്കെയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നു. ഇപ്രകാരം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. അപ്പോൾ ഡെമോക്രസി എന്നാൽ എന്താണ്? ദി സിസ്റ്റം ഇൻ വിച്ച് ദി പീപ്പിൾ ദംസെൽവ്സ് ഓർ ദയർ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് മേക്ക് ഡിസിഷൻസ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റർ ഈസ് കോൾഡ് ഡെമോക്രസി. ഇനി അടുത്തത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. The local self-government institutions include the three-tier panchayat systems such as Grama Panchayat, Block Panchayat and District Panchayat in rural areas and also municipalities and corporations in urban areas. ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അഥവാ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പ്രിപ്പയർ ആൻ ഐ.ഡി. കാർഡ് വിത്ത് ദി നെയിംസ് ഓഫ് ഡിഫറെൻറ്റ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു വിച്ച് യു ബിലോങ്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ. നിങ്ങൾ ഉൾപ്പെടുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പേരുൾപ്പെടുത്തി ഒരു ഐ.ഡി. കാർഡ് തയ്യാറാക്കും. അതായത് നിങ്ങൾ ഏത് പഞ്ചായത്തിലാണോ ജീവിക്കുന്നത്, അതോ ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അങ്ങനെ നിങ്ങൾ ഉൾപ്പെടുന്ന ഏത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണോ അത് ഉൾപ്പെടുത്തിയൊരു ഐ.ഡി. കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡെമോക്രാസിയെക്കുറിച്ച് രണ്ട് മഹാന്മാർ പറഞ്ഞിരിക്കുന്ന കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. എബ്രഹാം ലിങ്കൺ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഡെമോക്രസി ഈസ് ദി ഗവൺമെൻറ് ഓഫ് ദി പീപ്പിൾ ബൈ ദി പീപ്പിൾ ഫോർ ദി പീപ്പിൾ. എബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ഡെമോക്രസി അഥവാ ജനാധിപത്യത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം അഥവാ ഡെമോക്രസി. ഇനി മഹാത്മാഗാന്ധി എന്താണ് പറഞ്ഞിരിക്കുന്നത്? My notion of democracy is that under it the weakest should have the same opportunity as the strongest. അതായത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണമെന്നതാണ്. മഹാത്മാഗാന്ധി എന്താണ് പറഞ്ഞത്? ഡെമോക്രസിയുടെ കീഴിൽ വരുന്നവർ ദുർബലനാണെങ്കിലും ശക്തനാണെങ്കിലും അവർക്ക് തുല്യമായിട്ടൊരു അവസരം ഉണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പേജ് നോക്കാം. നെക്സ്റ്റ്, ഇൻ സെർച്ച് ഓഫ് റൂട്ട്സ് ഓഫ് ഡെമോക്രസി എന്ന് വെച്ചാൽ എന്താണ്? ജനാധിപത്യത്തിൻ്റെ വേരുകൾ തേടി. താഴെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. യൂറോപ്പിൻ്റെ ഭൂപടമാണ് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. ഹാവ് യു നോട്ടീസ്ഡ് ദി മാപ്പ് ഓഫ് യൂറോപ്പ് ഗിവൺ എബവ്? റൈറ്റ് ഡൗൺ ദി 2 countries which are marked as A and B in the outline map. മുകളിൽ കൊടുത്തിരിക്കുന്ന യൂറോപ്പിൻ്റെ ഭൂപടം ശ്രദ്ധിച്ചിട്ട് യൂറോപ്പിൻ്റെ രൂപരേഖയിൽ എ എന്നും ബി എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്ന 2 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതണം. ഏതാണ്? ഗ്രീസാണ്. പിയോ യുണൈറ്റഡ് കിങ്ഡം അഥവാ ഇംഗ്ലണ്ട്. These countries have special features with regard to the origin of democracy. Shall we examine them? ഈ രാജ്യങ്ങൾക്ക് ജനാധിപത്യത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ചില സവിശേഷതകളുണ്ട്. അവ ഒന്ന് പരിശോധിക്കാം. ഈ 2 രാജ്യങ്ങൾ, ഗ്രീസ് ആൻഡ് ഇംഗ്ലണ്ട്, ഈ 2 രാജ്യങ്ങൾക്ക് ഡെമോക്രസി അഥവാ ജനാധിപത്യത്തിൻ്റെ ഉത്ഭവവുമായിട്ട് ചില ഫീച്ചേഴ്സ് ഉണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. The earlier form of democracy emerged at Athens in Greece. Although all classes of the population were not included in the decision-making processes of public affairs, Athens played a crucial role in shaping the concept of democracy. Today's concept of democracy started in England, which is part of the United Kingdom.
The system of election, representative government and parliament were all formed in England. അതായത് പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതായത് പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ഈ ഡെമോക്രസിയുടെ ഉദയം. ആ സമയത്ത് എല്ലാ ജനങ്ങളെയൊന്നും ഈ പൊതുകാര്യങ്ങൾ തീരുമാനമെടുക്കുവാനായിട്ട് പങ്കെടുപ്പിച്ചിരുന്നില്ല. എന്നാൽ ഈ ഡെമോക്രസി എന്നൊരു ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് നിലവിലുള്ള ഈ ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ ഈ സിസ്റ്റം, അതായത് ഡെമോക്രസി എന്നുള്ളതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. അതായത് UK ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഈ ഇലക്ഷനും പിന്നെ ജനപ്രതിനിധികളുടെ ഭരണം, റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് ആൻഡ് പാർലമെൻറ്റ്, ഇതൊക്കെ ഈ സംവിധാനങ്ങൾ, ഈ സിസ്റ്റമൊക്കെ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. Find more details about Greece and England with the help of your teacher. ഗ്രീസ്, ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ ടീച്ചറുടെ സഹായത്തോടെ കണ്ടെത്തുക. The term democracy was first used by the ancient Greek historian Herodotus. The word democracy is derived from the Greek words demos and kratos, which means power of people or rule of people. അതായത് പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ആരാണ്? ഹെറോഡോട്ടസ്. ഗ്രീസ് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ്. അപ്പോൾ ഈ ഡെമോസ് എന്നുള്ള വാക്കും ക്രാറ്റോസ് എന്നുള്ള രണ്ട് ഗ്രീക്ക് പദങ്ങൾ, അവ രണ്ടും ചേർന്നാണ് ഡെമോക്രസി എന്നുള്ള വാക്ക് ഉത്ഭവിച്ചത്. ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നും ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ അധികാരം എന്നുമാണ് അർത്ഥം. ജനങ്ങളുടെ അധികാരം ഓർ ഭരണം എന്ന വാക്ക് അങ്ങനെ രൂപപ്പെട്ടു. ഇനി അടുത്ത പേജ് നോക്കാം. 2 types of democracy. അതായത് ജനാധിപത്യം 2 തരത്തിൽ. Have you seen Grama sabha or Ward sabha meeting? What all issues are discussed there? Who are the participants in a Grama sabha? അതായത് നിങ്ങൾ ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ ചേരുന്നത് കണ്ടിട്ടുണ്ടോ? എന്തൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യുന്നത്? ആരൊക്കെയാണ് ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നത്? നോക്കാം. What are Grama sabhas? Grama sabhas are platforms where all the people get a chance to participate and take decisions in the administrative and developmental process of a locality. All the people whose names are included in the electoral roll of each ward of a Grama Panchayat are its members. In urban areas, these are known as ward sabhas. അപ്പോൾ എന്താണ് ഗ്രാമസഭ എന്ന് പറയുന്നത്? എന്താണ്? ഒരു പ്രദേശത്തിൻ്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങളെടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ, ഒരു ലൊക്കാലിറ്റിയുടെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാവാനും പറ്റും, തീരുമാനങ്ങൾ എടുക്കാൻ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള വേദിയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള ഓരോ ആളുകളും ഈ ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. ഇപ്പോൾ നഗരങ്ങളിലാണെങ്കിൽ ഇവ എന്താണ് അറിയപ്പെടുന്നത്? മുനിസിപ്പാലിറ്റി ഏരിയയിലാണെങ്കിൽ ഇവ വാർഡ് സഭ എന്നാണ് അറിയപ്പെടുന്നത്. ഒബ്സർവ് ദി പിക്ചർ ഓഫ് ഗ്രാമസഭ മീറ്റിംഗ്. നിങ്ങൾ ഈ ഗ്രാമസഭ കൂടുന്ന ഈ ചിത്രം നിരീക്ഷിക്കുക. ട്രാഫിക് ലൈറ്റ്സ് ഷുഡ് ബി ഇൻസ്റ്റോൾഡ് ഇൻ അവർ ജംഗ്ഷൻ. ഡ്രിങ്കിങ് വാട്ടർ ഇഷ്യൂസ് ഷുഡ് ബി സോൾവ്ഡ്. സീഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഷുഡ് ബി ഇഷ്യൂഡ് ഫോർ വെജിറ്റബിൾ കൾട്ടിവേഷൻ. എന്തൊക്കെയാണ് ഗ്രാമസഭയിൽ ആളുകൾ പറയുന്നത്? ഞങ്ങളുടെ കവലയിൽ വഴിവിളക്ക് സ്ഥാപിക്കണം, പിന്നെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണം, പച്ചക്കറി കൃഷിക്ക് വിത്തും വളവും അനുവദിക്കണം, അല്ലെങ്കിൽ ഇവ തരണം എന്നൊക്കെയാണ് ഗ്രാമസഭയിൽ ആളുകൾ ഇരുന്ന് പറയുന്നതാണ്. ഗ്രാമസഭ ചേരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യുന്നത്.
In the Gram Sabha, people get chance to express their opinion directly on administrative matters and participate in the decision making process. അതായത് ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താനും തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകാനും അവസരം ലഭിക്കുന്നു. ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് അഭിപ്രായം പറയാം, പിന്നെ ഈ ഗ്രാമസഭ എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ പങ്കാളിയാവാം. അങ്ങനെ ഇതിനെല്ലാം അവസരം ലഭിക്കുന്നു. ഡയറക്റ്റ് ഡെമോക്രസി ഓർ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി, പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് ഡെമോക്രസി ഓർ participatory democracy is a form of government in which the people participate directly in the administrative affairs. It is usually possible in areas with a relatively less population and limited land area. അതായത് ഡയറക്റ്റ് ഡെമോക്രസി ഓർ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണ വ്യവസ്ഥയാണ് ഡയറക്റ്റ് ഡെമോക്രസി അഥവാ പങ്കാളിത്ത ജനാധിപത്യം എന്ന് പറയുന്നത്. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാക്കുന്നത്. അതായത് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് ഈ പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. ഇനിയൊരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ഔട്ട് മോർ ഇൻഫർമേഷൻ എബൌട്ട് ഗ്രാമസഭ. ഗ്രാമസഭയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ പറയാം? അതായത് വർഷത്തിൽ 4 തവണ ഗ്രാമസഭ യോഗം ചേരുന്നുണ്ട്. പിന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് അധ്യക്ഷൻ എന്നിവയൊക്കെ നമുക്ക് എഴുതി വയ്ക്കാം. പിന്നെ നമ്മൾ പഠിച്ച ഈ സാധാരണ ജനങ്ങൾക്ക് ഭരണത്തിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നു. ഒരു പഞ്ചായത്തിലെ ഓരോ നിയോജക മണ്ഡലവും ഒരു ഗ്രാമസഭയാണ്. ഓരോ നിയോജക മണ്ഡലത്തിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ആ ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. ഇതെല്ലാം നമുക്ക് എഴുതാം. ഇനി അടുത്ത പേജ് നോക്കാം. ഒബ്സർവ് ദി പിക്ചർ ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി. ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഒരു ചിത്രമാണ്, അതായത് നിയമസഭയുടെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് അവിടെ ചർച്ച ചെയ്യുന്നത്? വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ എവറി പഞ്ചായത്ത് ഓഫ് മൈ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി. ഒരു MLA പറയുകയാണ്, എൻ്റെ നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം. അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ നിയമസഭയിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന MLAമാരാണ് അവിടെ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. Can we directly participate in the proceedings of the Legislative Assembly? Who speaks for us there? ഒരു ക്വസ്റ്റ്യൻ ആണ്. നിയമസഭയിൽ അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നമുക്ക് നേരിട്ട് പങ്കെടുക്കാൻ കഴിയുമോ? നമുക്ക് നേരിട്ട് പങ്കെടുക്കാൻ കഴിയില്ല അല്ലേ? നോ. നിയമസഭയിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ആരാണ്? നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കുന്ന ജനപ്രതിനിധികളാണ് നമുക്ക് വേണ്ടി അവിടെ സംസാരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് യുവർ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി? അതായത് നിങ്ങളുടെ നിയമസഭാ മണ്ഡലം ഏതാണ് നിങ്ങളുടെ നിയമസഭാ മണ്ഡലം എന്ന് എഴുതി വയ്ക്കുക. ഹു ഈസ് ദി മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓർ MLA ഓഫ് യുവർ കോൺസ്റ്റിറ്റ്യുവൻസി? അതായത് നിങ്ങളുടെ നിയമസഭാ പ്രതിനിധി അഥവാ MLA ആരാണ് എന്നുള്ളത് നിങ്ങൾ അവിടെ എഴുതി വയ്ക്കുക. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. Kerala Legislative Assembly is the legislative or law-making body of the state of Kerala. Its headquarters is in Thiruvananthapuram. Travancore Legislative Council established in 1888. Srimulam Prajasabha established in 1904 and Tirukochi Legislative Assembly of 1949 were the pioneers of the Kerala Legislative Assembly. The first session of the Kerala Legislative Assembly was held on 27 April 1957. 27th April of every year is observed as Legislative Assembly Day. അതായത് ഈ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി അഥവാ കേരള നിയമസഭ, ഈ കേരള സംസ്ഥാനത്തിൻ്റെ നിയമ നിർമ്മാണ സഭയാണ് കേരള നിയമസഭ എന്ന് പറയുന്നത്. കേരള സംസ്ഥാനത്തിൻ്റെ നിയമ നിർമ്മാണ സഭയാണ് കേരള നിയമസഭ. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം. നിയമസഭ അഥവാ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. 1858 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവയെല്ലാം ഈ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27 ആയിരുന്നു.
ഇപ്പോൾ കേരള നിയമസഭയുടെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ആദ്യത്തെ സമ്മേളനം എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ 1957 ഏപ്രിൽ 27, 1957 ഏപ്രിൽ 27. എല്ലാ വർഷവും അതുകൊണ്ട് ഈ ഏപ്രിൽ 27 അഥവാ 27 നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നത്. While the people are directly involved in the Grama sabhas, our representatives speak for us in the legislative assembly. അപ്പോൾ ഗ്രാമസഭകളിൽ ജനങ്ങൾ നേരിട്ടാണ് പങ്കാളികളാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ. നിയമസഭയിലോ നമ്മുടെ പ്രതിനിധികൾ, നമ്മൾ തിരഞ്ഞെടുത്ത ആളുകളാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. അപ്പോൾ ഗ്രാമസഭയിൽ നമുക്ക് നേരിട്ട് ഓരോ വാർഡിലുള്ള വോട്ടർ പട്ടികയിൽ പേരുള്ള ഓരോ അംഗത്തിനും അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ നിയമസഭയിൽ നമ്മൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതും ചർച്ച ചെയ്യുന്നതുമെല്ലാം. നെക്സ്റ്റ് പേജ്. Indirect democracy or representative democracy. Indirect democracy or representative democracy is a form of democracy in which representatives who are elected by the people rule on behalf of the people. In countries with a large population and geographical area like India, the practical way of governance is representative democracy. അതായത് ഇൻഡയറക്റ്റ് ഡെമോക്രസി. നമ്മൾ ആദ്യം ഡയറക്റ്റ് ഡെമോക്രസി എന്താണെന്ന് പഠിച്ചു. ഇത് ഇൻഡയറക്റ്റ് ഡെമോക്രസി, അതായത് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് വെച്ചാൽ എന്താണ്? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഇന്ത്യയെപ്പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മുടെ രാജ്യമായി ഇന്ത്യ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ ഒരു രാജ്യമാണ്. അപ്പോൾ ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ് പ്രാക്ടിക്കലായിട്ട് നടപ്പാക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കംപ്ലീറ്റ് ദി ടേബിൾ ബൈ കമ്പയറിംഗ് ഡയറക്റ്റ് ഡെമോക്രസി ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. ഡയറക്റ്റ് ഡെമോക്രസി ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി അവ തമ്മിൽ കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യുക എന്നാണ്. പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും താരതമ്യം ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പോസിബിൾ ഇൻ ലെസ് പോപ്പുലേറ്റഡ് കൺട്രീസ്. അതായത് ഡയറക്റ്റ് ഡെമോക്രസിയിൽ ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിലാണ് അത് സാധ്യമാകുന്നത്, അതായത് പ്രത്യക്ഷ ജനാധിപത്യം. ഇനി ഇൻഡയറക്റ്റ് അഥവാ പരോക്ഷ ജനാധിപത്യത്തിലോ ഇൻഡയറക്റ്റ് ഡെമോക്രസിയിൽ എക്സിറ്റ്സ് ഇൻ കൺട്രീസ് വിത്ത് എ ഹ്യൂജ് പോപ്പുലേഷൻ. അതായത് ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിലാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി നിലനിൽക്കുന്നത്. ബാക്കി രണ്ടെണ്ണം നമ്മൾ എഴുതണം. പിന്നെ നമുക്ക് എന്ത് എഴുതാം? പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഭൂവിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങൾക്കാണ് ഡയറക്റ്റ് ഡെമോക്രസി അഥവാ പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാക്കുന്നത്. അതായത് ജിയോഗ്രാഫിക്കൽ ഏരിയയൊക്കെ ലെസ് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് അഥവാ പ്രദേശങ്ങൾക്കാണ് ഈ ഡയറക്റ്റ് ഡെമോക്രസി സാധ്യമാകുന്നത്. പിന്നെ എന്താ എഴുതാം? ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകും. ജനങ്ങൾക്ക് നേരിട്ട് ഈ ഭരണകാര്യങ്ങളിലൊക്കെ പങ്കാളികളാകാൻ കഴിയും. ഇനി അടുത്തത് ഇൻഡയറക്റ്റ് ഡെമോക്രസിയിൽ വേറെ എന്തൊക്കെ എഴുതാം? ജനങ്ങളുടെ പ്രതിനിധികളാണ് ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നത് ഈ ഇൻഡയറക്റ്റ് ഡെമോക്രസിയിൽ. പിന്നെ അഭിപ്രായ രേഖപ്പെടുത്തൽ, തീരുമാനങ്ങൾ എടുക്കലൊക്കെ എന്നിവയിലൊന്നും ജനങ്ങൾക്ക് നേരിട്ട് പങ്കില്ല. അപ്പോൾ ഇത്രയും എഴുതി വയ്ക്കുക. നെക്സ്റ്റ്, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് മോർ കൺട്രീസ്. കൂടുതൽ രാജ്യങ്ങൾ കണ്ടെത്താം. ഇന്ത്യ ഈസ് ദി ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി ഇൻ ദി വേൾഡ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. ഇൻ സൗദി അറേബ്യ ന്യൂ കിങ് സോൺ ഇൻ. സൗദി അറേബ്യയിൽ പുതിയ രാജാവ് അധികാരമേറ്റു. ഡെമോക്രാറ്റിക് റൂൾ കംസ് ടു ആൻ എൻഡ് ഇൻ അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിൽ ജനാധിപത്യ ഭരണം അവസാനിച്ചു. പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി സ്റ്റിൽ പ്രിവൈൽസ് ഇൻ സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡിൽ ഇപ്പോഴും പങ്കാളിത്ത ജനാധിപത്യമാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഇതൊരു പത്രവാർത്തകളൊക്കെയാണിത്. ലുക്ക് അറ്റ് ദി ഹെഡ്ലൈൻസ് ഗിവൺ അബവ്. ഫ്രം ദീസ് ഫൈൻഡ് ഔട്ട് ദി കൺട്രീസ് ദാറ്റ് ഹാവ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. ആഡ് ദി നെയിംസ് ഓഫ് മോർ ഡെമോക്രാറ്റിക് കൺട്രീസ് ടു ദി ലിസ്റ്റ്. അതായത് മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഹെഡ്ലൈൻസ് പത്രവാർത്തയൊക്കെ നമ്മൾ വായിച്ചല്ലോ, ഹെഡ്ലൈൻസ് വായിച്ചല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് ജനാധിപത്യ ഭരണ സംവിധാനം നിലനിൽക്കുന്ന രാജ്യങ്ങൾ, അതായത് ഡെമോക്രസി നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. എന്നിട്ട് പിന്നെ കൂടുതൽ ജനാധിപത്യ രാജ്യങ്ങൾ അതിൻ്റെ കൂടെ കൂട്ടി ചേർക്കണം. ഏതൊക്കെയാണ് ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത്?
ഇന്ത്യ, സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ചിലി, ന്യൂസിലാൻഡ് ഇതൊക്കെ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. അടുത്ത പേജ് നോക്കാം. അടുത്തതായിട്ട് ഡെമോക്രസിയുടെ ക്യാരക്ടറിസ്റ്റിക് അഥവാ ഫീച്ചേഴ്സ് സവിശേഷതകളാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ദി സുപ്രീം പവർ ബിലോങ്സ് ടു ദി പീപ്പിൾ, അതായത് ജനാധിപത്യ സംവിധാനത്തിലെ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. ദി റൂൾ ഓഫ് ലോ എൻഷ്യൂർസ് ഇക്വാളിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഒരു നിയമവാഴ്ചയാണ്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്, സ്വതന്ത്രവും നീതിപൂർവവുമായ ഒരു തിരഞ്ഞെടുപ്പാണ്. ഇൻഡിപെൻഡൻറ്റ് മീഡിയ ദാറ്റ് ഹെൽപ്പ് ടു ദി കണക്ട് ദി പീപ്പിൾ ആൻഡ് ദി ഗവൺമെൻറ്, ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്രമായ വാർത്താ മാധ്യമങ്ങളുണ്ട്. ആൻഡ് ഓപ്പോസിഷൻ ഹെൽപ്പിംഗ് ആൻഡ് ഇംപ്രൂവിങ് ദി ഗവൺമെൻറ് ത്രൂ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, അതായത് ഗവൺമെൻറ്റിൻ്റെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഒരു പ്രതിപക്ഷമുണ്ട്. ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി, സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ളൊരു നീതിന്യായ വ്യവസ്ഥയുണ്ട്. ഇതെല്ലാം ഡെമോക്രസിയുടെ ക്യാരക്ടറിസ്റ്റിക് അഥവാ ഫീച്ചേഴ്സാണ്. ഓർഗനൈസ് എ ഡിസ്കഷൻ ഇൻ യുവർ ക്ലാസ് ഓൺ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവൺമെൻറ്, ജനാധിപത്യ സംവിധാനത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ക്ലാസ്സിൽ ഒരു ചർച്ച സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം ചർച്ചയിൽ ഉൾപ്പെടുത്തുക. അടുത്ത എന്താണ്? ത്രൂ ഇലക്ഷൻസ്, തിരഞ്ഞെടുപ്പിലൂടെ. ലുക്ക് അറ്റ് ദി ഇമേജസ് ഗീവൺ വിച്ച് ആർ റിലേറ്റഡ് ടു ഇലക്ഷൻ, അതായത് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഹാവ് യു ഗോട്ട് എ ചാൻസ് ടു കാസ്റ്റ് യുവർ വോട്ട്സ് ഇൻ ആൻ ഇലക്ഷൻ? ഹൗ ആർ വോട്ട്സ് കാസ്റ്റ് ഇൻ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻസ്? യുവർ പാരൻസ് കാസ്റ്റ് ദയർ വോട്ട്സ് ഇൻ ജനറൽ ഇലക്ഷൻസ്, ഡോണ്ട് ദേ? അതായത് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സ്കൂൾ പാർലമെൻറ്റിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടോ? പിന്നെ സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ എങ്ങനെയാണ് വോട്ട് രേഖപ്പെടുത്തിയത്? നിങ്ങളുടെ പേരൻസ്, രക്ഷകർത്താക്കളൊക്കെ പൊതു തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താറുണ്ടോ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവർക്കും നമസ്കാരം.